ഷൊർണൂർ കണയത്ത് മൃതദേഹവുമായി പോവുകയായിരുന്ന ആംബുലൻസിന് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി വീണു. മുൻപിൽ സഞ്ചരിക്കുകയായിരുന്ന കണ്ടെയ്നർ വൈദ്യുത ലൈനിൽ കൊളുത്തി വലിച്ചതാണ് പോസ്റ്റ് തകർന്നു വീഴാൻ കാരണം. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കുളപ്പുള്ളിയിൽ നിന്ന് കണയം വഴി വല്ലപ്പുഴയ്ക്ക് പോകുന്ന റോഡിൽ മണ്ണാരംപാറയിലാണ് സംഭവം. പുലർച്ചെ 4:30-ക്കാണ് അപകടമുണ്ടായത്. 4 പോസ്റ്റുകൾ തകർന്നു വീണു. ഇതിൽ ഒരു പോസ്റ്റ് ആംബുലൻസിന്റെ മുകളിൽ വീഴുകയായിരുന്നു. ആംബുലൻസിന് മുൻപിലുണ്ടായിരുന്ന പോലീസ് ജീപ്പ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതുവരെ ആംബുലൻസ് ഡ്രൈവറും മൃതദേഹത്തിനൊപ്പമുണ്ടായിരുന്ന 3 പേരും ആംബുലൻസിനുള്ളിൽ തന്നെയായിരുന്നു. ഇവർ ഷോക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ മുളന്തവ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ബോഡി ആയിട്ട് അയലക്കാട് വഴി കൊപ്പത്തേക്ക് പോയിരുന്നു. ആ പോകുന്ന വഴിയിൽ ഫ്രണ്ടിലൊരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു. ആ വണ്ടി പോസ്റ്റിൻ്റെ ഇലക്ട്രിക്കൽ ലൈനിന് മുകളിൽ കയറി കൊളുത്തിയിട്ട് പോസ്റ്റ് അടക്കം ഒടിഞ്ഞ് ഒന്ന് എൻ്റെ വണ്ടിയുടെ മുകളിലേക്കും ഒന്ന് റോഡിലേക്കും വീണു. തലനാരിഴയ്ക്കാണ് എൻ്റെ മുന്നിലൊരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടു. മങ്കര സ്റ്റേഷനത്തെ CIയും കൂടിയായിരുന്നു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും വല്ലപ്പുഴ കൊപ്പത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മറ്റൊരു ആംബുലൻസ് പട്ടാമ്പിയിൽ നിന്ന് എത്തിച്ചാണ് പിന്നീട് മൃതദേഹം കൊപ്പത്തേക്ക് കൊണ്ടുപോയത്. കനത്ത മഴയിൽ മണ്ണ് കുതിർന്നതാണ് പോസ്റ്റുകൾ വളരെ വേഗം വീഴാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. KCB അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാർഡ് കൗൺസിലർ സിനി മനോജ് സ്ഥലം സന്ദർശിച്ചു. എന്തോ ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഷോക്ക് അടിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെയധികം ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹമാണ്. ഒപ്പം ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. അതിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഫ്യൂസ് ഓഫ് ചെയ്തു. പിന്നീട് ഈ മൃതദേഹവും ഈ ആളുകളെയും കൂടി മറ്റൊരു